നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും എക്റ്റിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ നമ്മൾ UK സീനിയർ കെയർമാരെ ഏജൻറ്റുമാരുടെ സഹായമില്ലാതെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അന്ന് പലരും നമ്മളെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല, ഏജൻറ്റുമാർ വഴി അല്ലാതെ അല്ലെങ്കിൽ UK ആരെങ്കിലും ഇല്ലാതെ ഒരാൾക്ക് പോലും UK വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ വളരെ സന്തോഷകരമായ കാര്യമെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 300ഓളം പേരെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഏജൻറ്റുമാരുടെ സഹായമില്ലാതെ UK എത്തിക്കാൻ സാധിച്ചു. അതിൽ കൂടുതൽ ആൾക്കാർ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും UK എത്തിക്കഴിഞ്ഞു. ഇപ്പം നമുക്ക് പുതിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കെയർ അസിസ്റ്റൻറ്റ് വേക്കൻസിയിലേക്ക് നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ടുള്ള ശ്രമമാണ് ആരംഭിച്ചത്. അതും ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേരാണ് കെയർ അസിസ്റ്റൻ്റായിട്ട് UK വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത 2 പേർക്ക് ഇപ്പോൾ വീസ കിട്ടിയിരിക്കുകയാണ് നാട്ടിൽ നിന്ന്. അതും ഒരു ഏജൻറ്റ് സഹായമില്ലാതെ UK ഒരു ബന്ധുക്കളും ഇല്ലാത്തവർ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് UK എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും കെയർ അസിസ്റ്റൻറ്റ് വേക്കൻസിയിൽ UK വരാൻ സാധിക്കും, നമുക്ക് കഴിവും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് കെയർ അസിസ്റ്റൻറ്റ് വേക്കൻസിയിൽ UK മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ എങ്ങനെ എത്താം. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കാര്യം ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം തീർച്ചയായും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് UK ജോബ്സിന് വേണ്ടിയുള്ളതുണ്ട്, ന്യൂസിലാൻഡ് ജോബ്സിന് വേണ്ടിയുള്ളതുണ്ട്, അതേപോലെ നേഴ്സസിന് വരാനുള്ള പ്രത്യേകം ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾക്ക് ധാരാളം സഹായങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, UK കെയർ അസിസ്റ്റൻറ്റ് വേക്കൻസിക്ക് എന്താണ് യോഗ്യത, നമുക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. വളരെ ക്ലിയറായിട്ട് UK ഗവൺമെൻറ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കെയർ അസിസ്റ്റൻറ്റ് ജോബിന് പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വേണ്ട, പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും കാണിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് UK എത്തിയ സ്റ്റുഡൻസ്, പഠിക്കാനെത്തിയ സ്റ്റുഡൻസ് 90% പേരും ജോലി ചെയ്യുന്നത് കെയർ അസിസ്റ്റൻറ്റ് ജോലി തന്നെയാണ് UK. പലരും ഏജൻസി വഴിയും പലരും ഡയറക്റ്റായിട്ട് കയറി കെയർ അസിസ്റ്റൻറ്റ് ജോബ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ UK ഒരാൾക്കാണെങ്കിൽ ജസ്റ്റ് ഒരു നേഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോമിൽ ചെന്ന് എനിക്കൊരു ജോബ് വേണമെന്ന് പറഞ്ഞാൽ അവർ അന്നേരെ കൊടുക്കും. 2 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് അവരെ കെയറാക്കി മാറ്റിയെടുക്കും. അത്ര ഈസി ആയിട്ട് കിട്ടാൻ പറ്റുന്ന ഒരു ജോലിയാണ് കെയർ അസിസ്റ്റൻറ്റ് ജോബ്. അതിന് പ്രത്യേകിച്ചുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ പറയുന്നത്, നിങ്ങളൊരു നേഴ്സ് അല്ല എങ്കിൽ BSc നേഴ്സ്, ജനറൽ നേഴ്സ്, പോസ്റ്റ് BSc നേഴ്സ് ഇത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്കിപ്പോൾ BSc നേഴ്സോ പോസ്റ്റ് BSc നേഴ്സോ GNM നേഴ്സോ ആണെങ്കിൽ സീനിയർ കെയറോ അല്ലെങ്കിൽ നേഴ്സായിട്ട് വരാനുള്ള ശ്രമം നടത്തുക. ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ കെയറായിട്ട് വരാനുള്ള ശ്രമം നടത്തുക. പ്രത്യേകിച്ച് ANM ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ ഇതൊരു നല്ലൊരു അവസരമാണ്. കെയറായിട്ട് UK വരാനുള്ളൊരു അവസരം, അവർക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ മുൻഗണന ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് 2 പേർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടോ എക്സ്പീരിയൻസോ ഇല്ലാത്തവർക്കാണ്. അത് ഡയറക്റ്റാണ് കിട്ടിയിരിക്കുന്നത്, അത് ഒരാളുടെയും സഹായമില്ലാതെയാണ്. ഇപ്പോൾ അവർ എന്താണ് ചെയ്തതെന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ആ മെസ്സേജ് നമ്മൾ ഇട്ടിരുന്നു നേരത്തെ. അവർ തന്നെയാണ് ഡയറക്റ്റ് മെസ്സേജ് ഇട്ടത്. ഈസി ആയിട്ട് കിട്ടിയതൊന്നല്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്കത് കിട്ടിയേക്കുന്നത്. ആയിരക്കണക്കിന് CV അയച്ചപ്പോഴാണ് അവർക്ക് 4-5 ഇൻ്റർവ്യൂസ് കിട്ടിയത്. ആ ഇൻ്റർവ്യൂസ് പാസ്സായി കഴിഞ്ഞ് അതിൽ നിന്ന് അവർ ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവരെന്താണ് ചെയ്തത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട്? അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കടമ്പ എന്ന് പറഞ്ഞാൽ COS ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ എയറേറ്റഡ് സ്പോൺസർഷിപ്പ് ഉള്ള ഒരു കമ്പനിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഇപ്പോൾ വലിയ വലിയ നേഴ്സിംഗ് ഹോം ഗ്രൂപ്പുകളുടെ പേര് എല്ലാവർക്കും അറിയാം. ബൂപ്പ, 4 സീസൺസ്, അവിടെയൊക്കെ ജോലി കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി കിട്ടിയത് ബൂപ്പയിലാണ്. പക്ഷേ ഇവിടെ അപേക്ഷകളുടെ പ്രവാഹമായിരിക്കും. അവർക്ക് ആയിരക്കണക്കിന് അപേക്ഷകൾ കിടക്കും. അവിടെ നിന്ന് അവർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അപേക്ഷകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അന്നേരം ഏറ്റവും നല്ല ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ജോലി കിട്ടിയ ടോം ചെയ്തത്, ആദ്യമൊക്കെ ടോം എല്ലായിടത്തേക്കും CV അയക്കുമായിരുന്നു. പക്ഷേ അവസാനമായപ്പോൾ ടോം അത് എയറേറ്റഡ് സ്പോൺസർഷിപ്പിൽ പുതിയതായിട്ട് വരുന്നവരെ സെർച്ച് ചെയ്ത് അവർക്ക് മാത്രം അയച്ചു തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോഴത്തെ എയറേറ്റഡ് ലിസ്റ്റ്, UK എയറേറ്റഡ് ലിസ്റ്റ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് പുതിയ എംപ്ലോയേഴ്സ് വരും. അതൊക്കെ ചെറിയ ഗ്രൂപ്പായിരിക്കും. അവിടെ അന്നേരം നമ്മൾ ഈ മലയാളി ഏജൻറ്റുമാരാണ് ഏറ്റവും കൂടുതൽ ചതിക്കുന്നത് ഇവിടെ ആൾക്കാരെ. അവർ ഈ നേഴ്സിംഗ് ഹോമിലെ മാനേജർമാരെ കണ്ട് അവർക്ക് പൈസ ഓഫർ ചെയ്തിട്ടാണ് പലയിടത്തും ഇപ്പോൾ ഏജൻറ്റുമാർ മുഖേന ആയിട്ടുള്ളത്. അന്നേരം കോടിക്കണക്കിന് രൂപ ക്യാഷ് ഉണ്ടാക്കി ഈ ഏജൻറ്റുമാർ പിന്നെയും നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം അവരുടെ കണ്ണിൽപ്പെടാത്ത ചെറിയ നേഴ്സിംഗ് ഹോമുകൾ, ഗ്രൂപ്പുകളുണ്ട്. അവരിങ്ങനെ എയറേറ്റഡ് സ്പോൺസർഷിപ്പിന് അപേക്ഷ കൊടുത്ത് ആ ലിസ്റ്റിൽ വരുമ്പോൾ തന്നെ ടോം അപേക്ഷിക്കുകയാണ് ചെയ്തത്.
അതുപോലെ തന്നെ ലിങ്ക്ഡനിൽ തുടങ്ങിയവരിൽ പരസ്യം വരുന്നുണ്ട്. ഇവിടെ യു കെയിൽ അവർ പരസ്യം ചെയ്യാറുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ്. അവിടെ അതെല്ലാം ഡെയിലി ശ്രദ്ധിക്കുമെന്നാണ് കക്ഷി പറഞ്ഞത്. അതായത് നമ്മൾ എല്ലാ ദിവസവും 1-2 മണിക്കൂർ അതിനുവേണ്ടി കളയണം, എന്നാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാനൊക്കെയുള്ളൂ. അങ്ങനെ ആയിരക്കണക്കിന് CV അയച്ചതിൽ നിന്ന് ഇൻ്റർവ്യൂ നടത്തി ടോമിന് കിട്ടി. ടോമിൻ്റെ അടുത്ത് ടോം അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു ടോമിന് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത്. പക്ഷെ അവർക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു. അവരുടെ അടുത്ത് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവർ ജനറൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചു, പിന്നെ കുറച്ച് UK കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇൻ്റർവ്യൂസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അന്നേരം ആ ഇൻ്റർവ്യൂവിൽ നല്ലതുപോലെ പെർഫോം ചെയ്ത് 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 5 കിട്ടിയെന്നാണ് ടോം പറഞ്ഞത്. എന്നിട്ട് അതിൽ നിന്ന് ടോമിന് ഇഷ്ടമുള്ള ഒരെണ്ണമാണ് ടോം സെലക്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഡൊമിസിലറി കെയർ, UK ഡൊമിസിലറി കെയറിലൊക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട്. അവർക്ക് ആൾക്കാരെ എടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അന്നേരം ഇങ്ങനെ ഈ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ അവർ ആ ഡൊമിസിലറി കെയറുകളിലേക്ക് അപ്ലൈ ചെയ്യുക, എല്ലാ ഡൊമിസിലറി കെയറിലേക്കും ഇവിടെ എത്താൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ട് പക്ഷേ ഒരു കാരണവശാലും 10-20 ലക്ഷം ഒന്നും കൊടുത്ത് ഡൊമിസിലറി കെയർ വരാനുള്ള ശ്രമം നടത്തരുത്. കുറച്ച് പൈസയൊക്കെ ആണെങ്കിൽ കൊടുത്ത് ഡൊമിസിലറി കെയറിലൊക്കെ വരിക. ANMകാരും നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണ് കെയർ അസിസ്റ്റൻറ്റ് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കും സീനിയർ കെയറിന് ചാൻസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ANMകാർക്കുള്ളത് കെയറായിട്ട് വരാൻ തന്നെയാണ്. കാരണം സീനിയർ കെയറിൻ്റെ വേക്കൻസിയിൽ അവരുടെ ക്വാളിഫിക്കേഷനകത്ത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് NVQ ലെവൽ 3 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സീനിയർ കെയർ ആക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളത്. അന്നേരം മേജർ കമ്പനീസൊക്കെ അത് ഫോളോ ചെയ്യും. ഇപ്പോൾ ഇസ്രായേലിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ്. അവർക്കെല്ലാം ഈ അവസരം യൂസ് ചെയ്തുകൊണ്ട് കെയർ അസിസ്റ്റൻ്റായിട്ട് UK വരാൻ ശ്രമിക്കാം. നിങ്ങൾ കഴിയുന്നതും സീനിയർ കെയറിന് അപ്ലൈ ചെയ്യാതെ, നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ സീനിയർ കെയറിന് അപ്ലൈ ചെയ്യാതെ കെയർ അസിസ്റ്റൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇതിനു വേണ്ടിയുള്ള പ്രത്യേക മറ്റ് യോഗ്യതകൾ, നമുക്ക് നിർബന്ധമായിട്ട് UK ഒരു വിസ കിട്ടാനുള്ള യോഗ്യതകൾ. Tier 2 വിസയിൽ UK വരണമെങ്കിൽ നമ്മൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പരിജ്ഞാനം കാണിച്ചിരിക്കണം. അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഏജൻറ്റ് പറയുകയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം കാണിക്കാതെ UK വരികയാണെന്ന് പറഞ്ഞാൽ അത് തട്ടിപ്പാണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. Tier 2 വിസയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ Tier 2 വിസയിൽ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ ആണെങ്കിൽ, അതായത് ഇന്ത്യയിൽ നിന്നുള്ളൊരു കമ്പനിയിൽ നിന്ന് UK വരുന്നെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കാണിക്കേണ്ട. അവർ ഒറ്റ കേസിൽ മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കാണിക്കാത്തത്. ബാക്കി എല്ലാ വിസ ആപ്ലിക്കേഷനിലും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കാണിച്ചിരിക്കണം Tier 2 സ്കിൽഡ് വിസയിൽ. ഇപ്പോൾ നമ്മൾ കെയറായിട്ട് വരുന്നത് ഹെൽത്ത് ആൻഡ് കെയർ വിസയിലാണ്. ഈ ഹെൽത്ത് ആൻഡ് കെയർ വിസയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ IHS സർചാർജ് കൊടുക്കേണ്ട. നമുക്ക് ഒരു 3 വർഷത്തെ വിസയ്ക്ക് ഏകദേശം 2 ലക്ഷം രൂപയോളം നമുക്ക് ലാഭിക്കാനുള്ള ഒരു മാർഗ്ഗമാണിത്. പിന്നെ ഈ ഹെൽത്ത് ആൻഡ് കെയർ വിസയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു ഫാസ്റ്റ് ട്രാക്ക് പ്രോസസ്സാണ് കൊടുക്കുന്നത്. മറ്റ് വിസകളെ അപേക്ഷിച്ച് ഹെൽത്ത് ആൻഡ് കെയർ വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ വിസ ഫീസൊക്കെ കുറവാണ്. 249 പൗണ്ടാണ്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ 3 വർഷത്തേക്കുള്ള വിസയ്ക്ക്. അന്നേരം അങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഈ ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2 വർഷമായിട്ടേ ഉള്ളൂ ഗവൺമെൻറ് ഹെൽത്ത് ആൻഡ് കെയർ വിസ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കെയറിംഗ് സെക്ടറിലേക്കുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അത് ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്നുള്ള ഒരു വിസ പ്രോസസ് നടക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഈ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയിൽ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടത് PCC ആണ്. നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 12 മാസം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഒറ്റ സ്ട്രെച്ചിലായാലും പല സ്ട്രെച്ചിലായാലും 12 മാസത്തിൽ കൂടുതൽ ഏതെങ്കിലും രാജ്യത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ PCC മസ്റ്റാണ്. 18 വയസ്സിന് ശേഷമുള്ളത് മാത്രം മതി. നമുക്കിപ്പോൾ 24 വയസ്സേ ഉള്ളെങ്കിൽ 6 വർഷത്തത് മതി. 28 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കെല്ലാം 10 വർഷത്തെ PCC നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ ചില രാജ്യങ്ങളിലെ PCC നമുക്ക് എത്ര ശ്രമിച്ചാലും കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുക, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് PCC അവിടെ നിന്ന് ലഭിച്ചില്ല എന്ന് മെൻഷൻ ചെയ്താൽ നമ്മുടെ വിസ ആക്സസ് ചെയ്യുന്ന ഓഫീസർ അത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വിസ ചിലപ്പോൾ അത് അപ്രൂവ് ആക്കി തരും. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം കറക്റ്റായിട്ട്. പിന്നെ PCC കിട്ടുന്ന രാജ്യമാണെങ്കിൽ കഴിയുന്നതും ആ PCC മേടിച്ച് വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത നിർബന്ധമായിട്ട് വേണ്ടത് മെഡിക്കൽ റിപ്പോർട്ടാണ്. TB റിപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അത് നിർബന്ധമാണ്. ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് മെഡിക്കൽ റിപ്പോർട്ട് നിർബന്ധമല്ല. അന്നേരം അതിനുവേണ്ടി നമുക്ക് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമാണ് 2 ഹോസ്പിറ്റലുകളുള്ളത്. അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. അതായത് IELTS സ്കോർ, ഇൻഡിവിജ്വൽ സ്കോർ 4 വേണം എല്ലാ ബാൻഡിനും, അത് നിർബന്ധമാണ്. അതുകൂടാതെ ഓവറോൾ സ്കോറും 4. ഇതാണ് IELTS നമുക്ക് വേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് നാരിക്കിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് വരാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി ഇംഗ്ലീഷിലാണ് പഠിച്ചിട്ടുള്ളത്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇംഗ്ലീഷിലാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ഫിസിക്സോ കെമിസ്ട്രി ഏതായാലും അതിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് നാരിക്കിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നാരിക്കിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്കത് പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങളത് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏത് നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. വളരെ കുറഞ്ഞ ഒരു സർവീസ് ചാർജിലാണ് അത് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത് നമുക്ക് വേണ്ടി വരുന്നത് PCC, മൂന്നാമത്തത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്.
ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പാണ്. ഈ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളെ UK ഏതെങ്കിലും ഒരു എംപ്ലോയർ നമ്മളെ ജോലിക്ക് എടുത്തിട്ട് അവർ നമുക്ക് തരുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അത് ഹോം ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഒരു പേപ്പറാണ്. അതിന് ഇപ്പോൾ 2 to 8 വീക്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ആ COS വെച്ചുകൊണ്ടാണ് നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. COS നമ്പരും ഒക്കെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മനോഹരമായൊരു CV തയ്യാറാക്കുക. യുണീക്കായിട്ടുള്ളത് തയ്യാറാക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ കോപ്പി അടിച്ച് വെക്കാതെ. മനോഹരമായൊരു CV തയ്യാറാക്കുക, മാക്സിമം എംപ്ലോയേഴ്സിന് അയച്ചു കൊടുക്കുക. ഈ എംപ്ലോയേഴ്സിനെ സെലക്ട് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ, ലിങ്ക്ഡൻ, പിന്നെ ഒരുപാട് വെബ്സൈറ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്, അവിടെ എല്ലാം കയറി അപ്ലൈ ചെയ്യുക. അതുകൂടാതെ എയറേറ്റഡ് സ്പോൺസർഷിപ്പ് ഉള്ള കമ്പനികളുടെ ലിസ്റ്റ് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. അതിനകത്ത് കയറിയിട്ട് എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് പുതിയ എംപ്ലോയേഴ്സിനും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അത് കണ്ടിന്യൂസ് ചെയ്യണം. അന്നേരം ഈ CV അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആ വേക്കൻസി അനുസരിച്ച് CVയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അയക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ ഇവിടുത്തുള്ള വലിയ നേഴ്സിംഗ് ഹോം ഗ്രൂപ്പുകളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അവിടെയും നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് ഇമെയിൽ അയക്കും. അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുക. റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. ആ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ അറ്റൻഡ് ചെയ്യുക. അന്നേരം ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്തെന്നുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അന്നേരം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുക. ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. പക്ഷേ എപ്പോഴും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം, വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കണം ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഓഫർ ലെറ്റർ തരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഏജൻറ്റുമാർ വഴി വരുന്നവർക്കൊന്നും ഈ ഇൻ്റർവ്യൂയോ ഓഫർ ലെറ്ററോ ഒന്നും കാണില്ല. അവർ ജസ്റ്റ് അങ്ങ് നടത്തത്തേ ഉള്ളൂ. അവർക്കത് ഒരു സ്റ്റാഫിനെ വേണമെന്നേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ഒരാളെ നിന്ന് പൈസ മേടിക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ സ്റ്റാഫിനെ വേണമെന്നുള്ളതല്ല നിർബന്ധം. പക്ഷേ ഒരു നേഴ്സിംഗ് ഹോം നമുക്ക് ഫ്രീ ആയിട്ട് ജോബ് തരുമ്പോൾ അവർ നമ്മുടെ കഴിവ് തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കും. എന്നാലും ഈ ഓഫർ ലെറ്റർ തരുമ്പോൾ ഓഫർ ലെറ്ററിലെ കണ്ടീഷൻസ് എല്ലാം വായിച്ച് നോക്കി ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് തിരിച്ചയച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ അവർ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. അവർക്ക് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതി COSന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി. പക്ഷേ ചില നേഴ്സിംഗ് ഹോംമാർ COSന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ PCC, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, TB ഇതൊക്കെ റെഡിയാണോ എന്ന് ചോദിക്കും. കാരണം അവർക്ക് COS ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് മാറി പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ആ COS നഷ്ടപ്പെടാതിരിക്കാനുള്ള മുൻകരുതലാണ് അവരെടുക്കുന്നത്. അന്നേരം കഴിയുന്നതും ഇങ്ങനെയുള്ള ജോബിന് ശ്രമിക്കുന്നവർ IELTS Naric ചെയ്തു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അതിനൊരു 16,000 രൂപ അടുപ്പിച്ച് ചിലവ് വരും. എന്നാലും നമുക്കൊരു ചാൻസ് കൂടുതൽ കിട്ടും. നിർബന്ധമല്ല, പക്ഷേ ചില നേഴ്സിംഗ് ഹോംമാർ നേരത്തെ അത് ചോദിക്കാറുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ COS തരും. ആ COS വെച്ച് നമുക്ക് ഡയറക്റ്റ് VFSൽ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് സബ്മിഷന് വേണ്ടി. അതും ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ചെയ്യാനൊക്കാത്തവർക്ക് നമ്മൾ വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ വേണ്ട സഹായം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. VFSൽ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് VFSൽ കൊണ്ടുപോയി നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. അന്നേരം അവിടെയുള്ള ഫീസ് നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ അടയ്ക്കാം, അല്ലെങ്കിൽ VFSൽ ചെന്ന് കഴിഞ്ഞ് അടയ്ക്കാവുന്നതാണ്. 3 വർഷത്തേക്കുള്ള ഫീസ് 249 പൗണ്ടിന് അടുപ്പിച്ചാണ്. ഇനി നിങ്ങൾ ഏജൻറ്റുമാർ വഴിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തിരക്കുക. COS എല്ലാം ഓഫർ ലെറ്ററും എല്ലാം ജെന്യുവിൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വരാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും ഫുൾ എമൗണ്ട് കൊണ്ട് അഡ്വാൻസ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ 15 ലക്ഷവും 18 ലക്ഷവും കൊടുത്ത് ഡൊമിസിലറി കെയറിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. ഡൊമിസിലറി കെയറിലേക്ക് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നേഴ്സുമാരാണെങ്കിൽ നിങ്ങൾ ഡൊമിസിലറി കെയറിൽ ഒരു കാരണവശാലും വരരുത്. ഇപ്പോൾ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഓക്കെയാണ്, നിങ്ങൾക്ക് ഡൊമിസിലറി കയറി വന്ന് ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് എടുത്ത് നേഴ്സിംഗ് ഹോമിൽ കയറാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് UK ട്രൈ ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ കെയർ അസിസ്റ്റൻറ്റ് ജോബാണ്. 6145 ആണ് അതിൻ്റെ കോഡ്. അന്നേരം ഈ ജോബിന് വേണ്ടി നിങ്ങൾ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. സീനിയർ കെയറിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക, കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് തീരെ കുറവാണ്. ഇപ്പോൾ UK ഒരുപാട് പേരാണ് കെയർ അസിസ്റ്റൻ്റ് വന്നിരിക്കുന്നത്. പലരും നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരുടെയും, അതായത് നമ്മുടെ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് സീനിയർ കെയറായിട്ട് വന്നവർ പലരും അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ ഇപ്പോൾ കെയറായിട്ട് UK ഫ്രീ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ UK കെയർ ഹോമുകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ കെയർ അസിസ്റ്റൻറ്റ് വേക്കൻസിയിൽ UK കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ NHSൽ ജോലി ചെയ്യുന്നവർക്ക് അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കൊണ്ടുവരാൻ ഒക്കുന്നത്. കാരണം അവിടെ കെയർമാരെ എടുക്കുന്നില്ല. പിന്നെയും പല NHSൽ ജോലി ചെയ്യുന്നവർക്കും നേഴ്സിംഗ് ഹോമുകളുമായിട്ട് വല്ല ബന്ധമില്ലാത്തത് കൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടിലുള്ളവരെ സഹായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കാരണം എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട് അവരുടെ കസിനോ അല്ലെങ്കിൽ NHS വർക്ക് ചെയ്യുകയാണ് 10 വർഷമായി 20 വർഷമായി, പക്ഷേ അവർ ഒരു വിസ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നില്ല എന്നുള്ളത്. അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം NHS വർക്ക് ചെയ്യുന്ന പലർക്കും നേഴ്സിംഗ് ഹോമിലെ മാനേജർമാരുമായിട്ടോ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് വലിയ കണക്ഷനില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ സഹായിക്കാനുള്ള ഇതിലൊരു പരിധിയുണ്ട്. അന്നേരം അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ കമൻറ്റിലൂടെയാണ് അടുത്ത വീഡിയോസിനുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും വിശദമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ
നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.